ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുളസി സാധനങ്ങളെല്ലാം പുതിയ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പായിലിരിക്കുകയാണ് മീനാക്ഷി. അരികിലേക്ക് വന്ന പ്രസന്ന പറയുന്നു, മീനു കുഞ്ഞിനെ ഇങ്ങിതാ, ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചോണ്ട് വരാം. മോളെ, കൊച്ചിനെ കുളിപ്പിച്ചൊരുക്കണ്ടേ? ഈ കോലത്തില് കൊച്ചിനെ അവരുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങിതാ. മീനാക്ഷി പറയുന്നു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്രസന്ന പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോടി? അവര് രാവിലെ ഇങ്ങ് എത്തിയേക്കും. അതിനു മുമ്പ് കുഞ്ഞിനെ ഒരുക്കണ്ടേ? അമ്മയുടെ പൊന്നുമോളിങ്ങി വാ. മീനാക്ഷി പറയുന്നു, എന്റെ കൊച്ചിനെ തുടരുത്. പ്രസന്ന ചോദിക്കുന്നു, മോളെ മീനു, നീ എന്നതാ ഈ കാണിക്കുന്നത്? അവിടേക്ക് വന്ന മഞ്ജിമ ചോദിക്കുന്നു, എന്താ അമ്മേ? ദേഷ്യത്തോടു കൂടി മീനാക്ഷി പറയുകയാണ്, എല്ലാവരും പോ, എന്റെ മുറിയിൽ ഇറങ്ങിപ്പോ, എന്റെ കുഞ്ഞിനെ ആരും തുടരുത്. പ്രസന്ന പറയുന്നു, കുളിപ്പിക്കാൻ വേണ്ടി പോലും കുഞ്ഞിനെ എന്റെ കയ്യിൽ തരുന്നില്ല. അരികിലേക്കിരുന്ന മഞ്ജിമ ചോദിക്കുന്നു, ചേച്ചി ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും കുഞ്ഞിനെ അവർക്ക് കൊടുക്കണം. അത് ചേച്ചി പണ്ടേ സമ്മതിച്ച കാര്യമല്ലേ? ഇനി ബഹളം വെച്ച് അച്ഛനെയും കൂടി ഇങ്ങോട്ട് വരുത്തണം. കുഞ്ഞിനെങ്ങിതോ, പറയുന്നത് അനുസരിക്ക് ചേച്ചി. പ്രസന്ന പറയുന്നു, കുളിപ്പിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തന്നെ തരാം. ചേച്ചി കുഞ്ഞിനെ ഇങ്ങിതാന്ന് പറഞ്ഞ് മഞ്ജിമ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു, കുഞ്ഞിനെ ഇങ്ങിതാ. മഞ്ജിമ കുഞ്ഞിനെ പ്രസന്നയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പ്രസന്ന കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്റെ മോളെന്ന് പറഞ്ഞ് പിന്നാലെ ഓടിപ്പോകാനായി തുടങ്ങുകയാണ് മീനു. തടഞ്ഞുകൊണ്ട് മഞ്ജു പറയുന്നു, ചേച്ചി അമ്മ അവളെ ഇപ്പൊ കൊണ്ടുവരും. ചേച്ചി ഇവിടെ ഇരിക്ക് ചേച്ചി. അങ്ങനെ മീനാക്ഷിയെ സമാധാനിപ്പിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് മഞ്ജിമ. എന്റെ മോളെന്ന് പറഞ്ഞ് മീനാക്ഷി വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ അരികിലേക്ക് ഇരിക്കുകയാണ് മഞ്ജിമ. തുടർന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് വന്ന പ്രസന്ന പറയുന്നു, മഞ്ജു കുഞ്ഞിനെ ഇടിപ്പിക്കാനുള്ള ഉടുപ്പെടുത്തോണ്ട് വാ. ഏറ്റവും നല്ലത് ഏതാണോ അതെടുത്തോ. പൗഡറും കൺമഷിയും എല്ലാം വേണേ. മഞ്ജിമ ഉടുപ്പും പൗഡറും കൺമഷിയും എല്ലാം എടുക്കാൻ പോകുമ്പോൾ വിഷമത്തോടു കൂടി കുഞ്ഞിനെ തലോടിക്കൊണ്ട് പ്രസന്ന പറയുന്നു, ഇനി എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഈ അമ്മമ്മയ്ക്ക് പറ്റുമോ? ഈശ്വരനറിയാം. ഒരു ഉടുപ്പെടുത്ത് കാണിച്ചുകൊണ്ട് മഞ്ജു ചോദിക്കുന്നു, ഇത് നല്ല ഉടുപ്പല്ലേ ചേച്ചി? മീനാക്ഷി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ നീ അതിങ്ങി താന്ന് പറഞ്ഞ് പ്രസന്ന ആ ഉടുപ്പ് വാങ്ങിച്ച് കുഞ്ഞിന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട് മീനാക്ഷി പറയുന്നു, വേണ്ട ഇങ്ങിതാ, ഞാൻ ഇടിക്കാം. എന്റെ മോളെ ഞാൻ ഒരുക്കിക്കോളാം. നിങ്ങൾ പോയിക്കോ, ആരും സഹായിക്കണ്ട. എന്റെ പൊന്നിനെ അണിയിച്ചെടുക്കാൻ ഞാൻ മാത്രം മതി. ഇത് കേട്ട് വാം എന്ന് പറഞ്ഞ് പ്രസന്നയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് മഞ്ജു. കുഞ്ഞിന് ഉടുപ്പിട്ട് കൊടുത്തുകൊണ്ട് മീനാക്ഷി പറയുന്നു, അമ്മയുടെ പൊന്നുമോള് എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം. എവിടെ ചെന്നാലും തിളങ്ങണം. 1000 പേരുടെ നടുവിൽ നിന്നാലും എന്റെ പൊന്നിനെ എല്ലാവരും തിരിച്ചറിയണം. ഏതാ ഈ രാജകുമാരി എന്ന് എല്ലാവരും ചോദിക്കണം. കണ്ണെഴുതി പൊട്ടുതൊട്ട് നല്ല സുന്ദരിയായിട്ട് എപ്പോഴും നടക്കാവൂ. കാണുന്നവര് ഇമ്മ ചിമ്മാതെ നോക്കി നിൽക്കണം. അങ്ങനെ പുഞ്ചിരിച്ച് കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുക്കുകയാണ് മീനാക്ഷി. തൊട്ടിലേക്ക് കിടത്തിയിട്ട് മീനാക്ഷി പറയുന്നു, നല്ല വഴിയിലൂടെ എപ്പോഴും നടക്കാൻ പാടുള്ളൂ. ഒരിക്കലും കാലിടറരുത്. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും എന്റെ മോളുടെ കൂടെ ഉണ്ടാകും. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് വന്ന ഒരു ജോലിക്കാരൻ ചോദിക്കുന്നു, ഇവിടുന്ന് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കാനുള്ളത്? പ്രസന്ന പറയുന്നു, മിക്സിയും പിന്നെ ആ ചെറിയ അലമാരയും. പണിക്കാരൻ ചോദിക്കുന്നു, അപ്പൊ ഈ ഫ്രിഡ്ജോ? പ്രസന്ന പറയുകയാണ്, അത് ഇവിടുത്തെയാ, അതെടുക്കണ്ട. ഡെസ്കും ബെഞ്ചും എടുക്കണം. പിന്നെ സിലിണ്ടറും ഗ്യാസ് സ്റ്റവും ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞ പണിക്കാര് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന തുളസിയുടെ ഒരാൾ പറയുന്നു, ചേട്ടാ ഞങ്ങൾ റെഡി, എപ്പോഴാ പോകണ്ടേന്ന് പറഞ്ഞാ മതി. തുളസി പറയുന്നു, കുറച്ച് സമയം കൂടി കഴിയും, ഒരാള് വരാനുണ്ട്. ഒരാൾ പറയുന്നു, എന്നാ ഞങ്ങള് പോയി വല്ലതും കഴിച്ചിട്ട് വരട്ടെ, ചായ കുടിക്കാനുള്ള ചില്ലറ തന്നേക്ക്, പണിക്കൂലി തന്നേക്കാമെന്ന് തുളസി പറയുമ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, ഇങ്ങനെ പിശുക്കിത്തരം കാണിക്കല്ല ചേട്ടാ, 500 രൂപ താ. 500 രൂപ കൊടുത്തുകൊണ്ട് തുളസി പറയുന്നു, ദാ പോയി ചായ കുടിച്ചിട്ട് വാ. ആ ഡ്രൈവർ എവിടെ പോയി? ആ ചേട്ടൻ പറയുകയാണ്, ആശാ സമയമാകുമ്പോൾ വന്നോളൂ. തുടർന്ന് ചന്ദ്രമോഹന്റെ ഫോണിലേക്ക് വിളിക്കുന്ന തുളസി പറയുകയാണ്, ഈ ചന്ദ്രമോഹൻ എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. തുടർന്ന് ചന്ദ്രമോഹനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. തുളസി പറയുന്നു, മനുഷ്യൻ പന്നത്തരം കാണിക്കുന്നതിന് ഒരതിരില്ലേ? മഞ്ജിമ പറയുന്നു, എന്തെങ്കിലും കുഴപ്പം പറ്റിയതായിരിക്കും അച്ഛാ, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് വരാതിരിക്കും. തുളസി പറയുന്നു, കുഴപ്പം പറ്റിയത് നമുക്കടി, ഇവന്റെയൊക്കെ വാക്ക് വിശ്വസിച്ചു, അതാ നമുക്ക് പറ്റിയ കുഴപ്പം. മഞ്ജിമ പറയുകയാണ്, അച്ഛൻ ഒന്നുകൂടി വിളിച്ചു നോക്ക്. തുളസി പറയുകയാണ്, എത്ര തവണയാടി വിളിക്കുന്നത്? വിളിച്ച ഫോൺ എടുക്കണ്ടേ? എന്തെങ്കിലും കള്ളത്തരമുള്ളവരാ മിണ്ടാതെയും പറയാതെയും ഒഴിഞ്ഞു മാറുന്നത്. മഞ്ജു ചോദിക്കുന്നു, ഫോണിന് വല്ല കുഴപ്പം പറ്റിയതായിരിക്കോ? ഇതാ ഞാൻ നോക്കാം. തുളസി പറയുകയാണ്, ഇന്നലെ വരെ ഇല്ലാതിരുന്ന കുഴപ്പം ഇന്ന് പെട്ടെന്ന് എങ്ങനെയാ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയാലോ, നേരത്തെ ഇങ്ങ് വന്നാ പോരെ? എന്നാ നോക്ക്. മഞ്ജു പറയുന്നു, ഫോണിന് കംപ്ലൈന്റ് ഒന്നുമില്ല, ബെല്ലടിച്ച് തീർന്നു, എടുക്കുന്നില്ല. തുളസി പറയുകയാണ്, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പ്രസന്ന പറയുകയാണ്, പ്രതീക്ഷിക്കാതെ വല്ല അപകടവും സംഭവിച്ചതാണെങ്കിലോ? തുളസി പറയുന്നു, ആർക്ക്? എടി, ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് വിവരം പറയാനുള്ള ബാധ്യത അയാൾക്കില്ലേ? അല്ലെങ്കിൽ ഫോൺ ബെല്ല് കേട്ടാൽ മറ്റാരെങ്കിലും എടുക്കണ്ടേ? രാഹുകാലത്തിന് മുമ്പേ വീട്ടിൽ ചെന്ന് കയറണമെന്ന് വിചാരിച്ചതാ, അതിനി നടക്കുമോ? മഞ്ജു ചോദിക്കുന്നു, അച്ഛന് വേറെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ അറിയും? മേനോൻ സാറിന്റെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെ ആരുടെയെങ്കിലും? തുളസി പറയുന്നു, എനിക്ക് ആകെ തന്നിട്ടുള്ളത് ആ ചന്ദ്രമോഹന്റേത് മാത്രമാ. അത് തന്നെ ഒരു കള്ളക്കളിയുടെ ലക്ഷണമല്ലേ? ഇപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്. പ്രസന്ന പറയുന്നു, എന്തായാലും അയാളെ ഒന്നുകൂടി വിളിച്ചു നോക്ക്, നമ്മൾ വേറെ എന്താ ചെയ്യുക? തുളസി പറയുകയാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടല്ലേ അയാൾ ഇത്രയും ധിക്കാരം കാണിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം, അവ ചത്തില്ലെങ്കിൽ ഇത്തവണയെങ്കിലും ഫോൺ എടുക്കും. അങ്ങനെ തുളസി ചന്ദ്രമോഹന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന ചന്ദ്രമോഹൻ കോൾ കണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് കുഞ്ഞിന്റെ അരികിലിരിക്കുന്ന മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന് മഞ്ജിമ പറയുന്നു, ചേച്ചി ഇത് കഴിക്ക്, എത്ര നേരം അവിശന്നിരിക്കുന്നത്? വേണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ മഞ്ജു പറയുകയാണ്, എന്ന് പറയാൻ പറ്റില്ല ചേച്ചി, ഇന്നലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല, ജീവൻ
ജീവനെങ്കിലും കിടക്കണ്ടേ? മീനാക്ഷി ചോദിക്കുന്നു, ആർക്ക് വേണ്ടിയിട്ടാടി ഞാനിനി ജീവിക്കുന്നത്? മഞ്ജിമ ചോദിക്കുന്നു, ചേച്ചി ആർക്കാ വേണ്ടാത്തത്? എനിക്ക് വേണം, അച്ഛനും അമ്മയ്ക്കും വേണം. ഈ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ചേച്ചി ചെയ്ത വലിയൊരു ത്യാഗം കൊണ്ടാ. ഞങ്ങളത് മറന്നിട്ടില്ല, മറക്കുകയില്ല. മീനാക്ഷി പറയുന്നു, അതിന് പകരമായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ മറക്കണോ അല്ലേ? മഞ്ജു പറയുന്നു, മറക്കണോന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും ചേച്ചിക്ക് സ്വന്തം കുഞ്ഞിനെ മറക്കാൻ പറ്റും. ചേച്ചി തൽക്കാലം കുഞ്ഞിനെ വളർത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു എന്ന് കരുതിയാ മതി. അവളെ മറക്കണ്ട, ഉപേക്ഷിക്കുകയും വേണ്ട. അവരെന്തോ കാരണത്താൽ വരാൻ വൈകി, ഇനി നാളെ പ്രതീക്ഷിച്ചാ മതി. അതിന്റെ പേരില് എല്ലാവരും പട്ടിണി കിടക്കണോ? അച്ഛൻ കടയിൽ പോയി ഊണ് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. മീനാക്ഷി പറയുന്നു, എനിക്ക് വേണ്ട മഞ്ജു, നിങ്ങൾ കഴിക്ക്. മഞ്ജു പറയുന്നു, എല്ലാവർക്കും ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് കഴിക്ക്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ മഞ്ജു ചോദിക്കാണ്, എന്തിനാ ഇങ്ങനെ തന്നെത്താനെ ദ്രോഹിക്കുന്നത്? ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാനോ? ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഓരോന്ന് പറയുന്നത്. ആദ്യം ഭക്ഷണം കഴിക്ക്. കൈകൂപ്പി മീനാക്ഷി പറയുന്നു, മഞ്ജു ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താതെ പോ, എനിക്കൊന്നും വേണ്ട. ഇത് കേട്ട് ഭക്ഷണം അവിടേക്ക് വെച്ചിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തുളസിയുടെ അരികിലേക്ക് വന്ന് മഞ്ജിമ പറയുന്നു, നാളെ തിങ്കളാഴ്ചയല്ലേ അച്ഛാ? നല്ല ദിവസം നോക്കി വരാൻ വേണ്ടിയായിരിക്കും അവര് വൈകുന്നത്. തുളസി പറയുന്നു, എന്റെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇട്ടിട്ടാണോടി അവര് ദിവസവും മുഹൂർത്തവും നോക്കുന്നത്? മഞ്ജു ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അച്ഛനെ പോലെ തന്നെ എനിക്ക് സങ്കടമുണ്ട്. തുളസി പറയുന്നു, നിനക്ക് സങ്കടപ്പെട്ടാൽ മാത്രം മതി, മാനക്കേട് കൊണ്ട് ഒരുക്കി പോകുന്നത് ഞാനും നിന്റെ തള്ളയും. കല്യാണം കഴിക്കാത്ത 2 പെൺമക്കളും കൂടി ഇന്ന് താമസത്തിന് വരുമെന്നാ ഞാൻ അവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞത്. ഒരു ദിവസം താമസിച്ചു പോയാലും കുഴപ്പമില്ലെന്ന് വെക്കാം, പക്ഷേ നാളെ അവന്മാര് വന്നില്ലെങ്കിലോ? വരാതിരിക്കുമെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ്, വരാൻ ഉദ്ദേശമുള്ളവരാണെങ്കിൽ അവർ ആ കാര്യം വിളിച്ചു പറയാതിരിക്കുകൂടി. പോട്ടെ, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുമോ? എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതേ വെറുതെയല്ല. മഞ്ജു ചോദിക്കുന്നു, അങ്ങനെ ചതിക്കു വച്ചാ അവർ ഇത്രയും പൈസ മുടക്കിയിട്ട്? തുളസി പറയുകയാണ്, ഇട്ടുമൂടാൻ പണമുള്ളവർക്ക് 10 20 ലക്ഷം വലിയ തുകയാണോ? അവര് പോട്ടേന്ന് വെക്കും, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? കൈക്കുഞ്ഞിനെ കൊണ്ട് നിന്റെ ചേച്ചി അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റും? വീട്ടുടമസ്ഥനോട് ഞാൻ എന്ത് സമാധാനം പറയും? നാട്ടുകാരന്റെ മുഖത്ത് നോക്കി ചിരിക്കില്ലേ? നിനക്ക് സങ്കടമുണ്ട്, സങ്കടിച്ചേച്ച് നിനക്ക് നാളെ ബാംഗ്ലൂരിലേക്ക് പോയാ മതി. ഞാൻ എങ്ങോട്ട് പോകും? മഞ്ജു ചോദിക്കുന്നു, അച്ഛന് ചന്ദ്രമോഹൻ സാറിന്റെ വീടും അഡ്രസ്സും അറിയും, നേരിട്ട് ചെന്ന് അന്വേഷിച്ചാൽ. തുളസി പറയുന്നു, അവൻ ഫോൺ നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തോ കള്ളത്തരമുണ്ടെന്ന്. ഇത് കേട്ടൊന്ന് ആലോചിച്ച് മഞ്ജു അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് തുളസി. പിന്നീട് കാണിക്കുന്നത് രാവിലെ തുളസിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചന്ദ്രമോഹൻ. ഫോൺ അറ്റൻഡ് ചെയ്ത തുളസിയോട് ചന്ദ്രമോഹൻ പറയുന്നു, ഹലോ തുളസി ചേട്ടാ. അവൾ ദേഷ്യത്തോടുകൂടി തുളസി ചോദിക്കുകയാണ്, താൻ എവിടെ പോയി കിടക്കുകയായിരുന്നടോ? മനുഷ്യൻ തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഒരാതിരുണ്ട്. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. തുളസി പറയുകയാണ്, ഞാൻ ഇന്നലെ തന്നെ എത്ര തവണ ഫോണിൽ വിളിച്ചു, താൻ എടുത്തോ? കുറെ കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അതൊക്കെ ഒരുമാതിരി മറ്റേ പരിപാടിയല്ലേ? ഞാൻ കടിച്ചു പിടിച്ചിട്ടാ ഞാൻ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയാത്തത്. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ ഞാൻ പറയുന്നത് ചേട്ടനൊന്ന് കേൾക്ക്. തക്കതായ കാരണം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ. തുളസി പറയുന്നു, എന്ത് കാരണം ഉണ്ടെങ്കിലും താൻ ജീവനോടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിക്കുമോ? ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ ഇപ്പോൾ ശോഭിച്ചത് കൊണ്ട് കാര്യമില്ല. തുളസി പറയുകയാണ്, ഞാൻ ശോഭിക്കോടോ? ഫോണിൽ കൂടി ആയതുകൊണ്ട് അതുമാത്രമല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. താൻ എന്റെ കൈന്റെ അടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചെകിടടിച്ച് ഒരെണ്ണം തരിക കൂടി ചെയ്തേനെ. തന്നോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞിരുന്നതല്ലേ? കൊച്ചിനെ കൈമാറിയിട്ട് പുതിയ വീട്ടിലേക്ക് മാറാൻ പോകുകയാണെന്ന്. ഉടുതുണി ഒഴികെ ബാക്കിയെല്ലാം പൊതുങ്ങി കിട്ടി വണ്ടിയെ കയറ്റിവെച്ച് ഞാൻ തന്നെ നോക്കി നിൽക്കുക. ഇപ്പൊ നേരത്തോട് നേരം ആകാറായെന്ന് വിചാരിച്ചു. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടന് പറയാനുള്ളത് പറഞ്ഞു തീർന്നില്ലേ? ഇനി ഞാൻ പറയാനുള്ളത് പറയട്ടെ. മേനോൻ സാറിനൊരു ആക്സിഡന്റ് ഉണ്ടായി. മേനോൻ സാറിന്റെ ഭാര്യ മരിച്ചു. സാറിന് ഗുരുതരമായി പരിക്കേറ്റു. ഇത് കിട്ട് തുളസി ഞെട്ടി നിൽക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ചേട്ടനോട് എന്തായിരുന്നു പറയേണ്ടത്? എനിക്ക് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ പറയാനോ പറ്റില്ല. മേനോൻ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഐസിയുല, ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. വിഷമത്തോടുകൂടി തുളസി ചോദിക്കുന്നു, കൊച്ചിന്റെ കാര്യം എങ്ങനാ? അതിന് സാർ ഒരു സമാധാനം പറ. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടന്റെ മനോധർമ്മം പോലെ എന്തെങ്കിലും ചെയ്യും, എനിക്ക് വേറൊന്നും പറയാനില്ല. തുളസി പറയുന്നു, അത് പിന്നെ. ചന്ദ്രമോഹൻ വിഷമത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന വണ്ടിയുടെ അരികിലേക്ക് വന്ന് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് തുളസി. തുടർന്ന് കുഞ്ഞിന്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ് മീനാക്ഷി. അച്ഛാന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മഞ്ജിമ കാണുകയാണ് സ്റ്റെപ്പിൽ വീണ് കിടക്കുന്ന തുളസിയെ. ഞെട്ടി ഭയത്തോടുകൂടി അരികിലേക്ക് ഓടി വന്ന് തട്ടി വിളിച്ചുകൊണ്ട് മഞ്ജിമ പറയുന്നു, അയ്യോ അച്ഛാ, എന്തു പറ്റി അച്ഛാ? അമ്മേ ഓടി വായോ. അച്ഛാ എന്തു പറ്റി അച്ഛാ? തുളസി കണ്ണു തുറക്കുന്നില്ല. അയ്യോ എന്താ? തുളസിയിട്ടാന്ന് വിളിച്ചുകൊണ്ട് പ്രസന്ന അവിടേക്ക് ഓടി വരികയാണ്. മഞ്ജു പറയുന്നു, അമ്മേ വേഗം പോയി ഇത്തിരി വെള്ളം എടുത്തിട്ട് വാ. വെള്ളവുമായി ഓടി വന്ന പ്രസന്നയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ച് മുഖത്തേക്ക് ഒഴിക്കുകയാണ് മഞ്ജിമ. കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്ന തുളസിയോട് പ്രസന്ന ചോദിക്കുന്നു, എന്താ നെഞ്ചുവേദനയുണ്ടോ? തുളസി പറയുന്നു, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. മഞ്ജു പറയുന്നു, ഇത് കുടിച്ചേ. തുളസി വെള്ളം വാങ്ങിച്ചു കുടിക്കുകയാണ്. മഞ്ജു ചോദിക്കുന്നു, എന്താ അച്ഛാ? വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. തുളസി പറയുന്നു, വേണ്ടടി എനിക്ക് കുഴപ്പമൊന്നുമില്ല. താഴെ വീണ് കിടക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് മഞ്ജു ചോദിക്കുന്നു, ആരാച്ചാ വിളിച്ചത്? തുളസി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. പ്രസന്ന തുളസിയെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.